അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ വിഗ്രഹം വച്ചിരിക്കുന്നത് സേഫ് അല്ലല്ലോ. അല്ല, എത്രയും പെട്ടെന്ന് അത് ഇവിടുന്ന് മാറ്റണം. അല്ലെങ്കിൽ ആ വിഗ്രഹം എന്നേക്കുമായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അമ്മയുടെ അഭിപ്രായം തന്നെ എനിക്കും. ഈ വിഗ്രഹം ഇനി ഈ വീട്ടിൽ വെക്കണ്ട. അതെ, ചിലപ്പോ എന്തെങ്കിലും ദോഷമുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആരും എടുത്തു ചാടി തീരുമാനമൊന്നും എടുക്കണ്ട. ക്ഷേത്രത്തിലെ തിരുമേനി നേരിട്ട് വന്ന ശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം. അതുവരെ വിഗ്രഹം ഇവിടെ തന്നെ ഇരിക്കട്ടെ. പൃഥ്വി, നീ ആശയം കൂട്ടി അകത്തേക്ക് പോ. ശരി, എണീക്ക് ചെറിയമ്മേ. നല്ല തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ശരി ചേച്ചി. ഹലോ, എന്തായി കാര്യങ്ങൾ? ആ വിഗ്രഹം പുറത്തെത്തിക്കാൻ എന്തെങ്കിലും വഴി നോക്കിയോ നീ? ഞാനിത് റെഡിയാക്കി വരുമായിരുന്നു. അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. അവരെ കണ്ടപ്പോ ഞാൻ ആദ്യം കരുതിയത് നമ്മുടെ ആൾക്കാരായിരിക്കുന്ന. അപ്പോ നമ്മളെ കൂടാതെ മറ്റാരോ വിഗ്രഹത്തിന് പിന്നാലെ ഉണ്ടല്ലേ? അതെ. പൃഥ്വി, ഇനി അത് അവിടെ ഇരുന്നാൽ ശരിയാവില്ല. ഇന്ന് രാത്രി തന്നെ വിഗ്രഹം അവിടെ നിന്ന് എടുത്തേ പറ്റൂ. സാധിച്ച ഇന്ന് രാത്രി തന്നെ ബാക്കി വിഗ്രഹങ്ങൾക്കൊപ്പം അതും ഷിപ്പ് ചെയ്യണം. ഇന്നിപ്പോ അതെങ്ങനെ എടുക്കാനാ? ഇന്നേ നിങ്ങളുടെ വീട്ടിലേക്ക് എന്റെ ആൾക്കാർ വരും. അവർ വിഗ്രഹം എടുത്തോളും. അവരെ തടയാൻ ആരെങ്കിലും ശ്രമിച്ച കൊന്നിട്ടായാലും വിഗ്രഹവും കൊണ്ടേ അവർ പോവും. സാർ, എന്റെ കുടുംബം. രാത്രി അവരെത്തുമ്പോ അവർക്ക് വേണ്ട എല്ലാ സഹായവും നീ ചെയ്തു കൊടുക്കണം. ശരി, ഞാൻ എന്ത് വേണേലും ചെയ്യാം. പക്ഷെ വീട്ടിലുള്ളവരാരും ഉപദ്രവിക്കരുതെന്ന് പറയണം. അങ്ങനെ ഒരു ഉറപ്പും തരാൻ പറ്റില്ല പൃഥ്വി. അതൊക്കെ നിന്റെ വീട്ടിലുള്ളവരുടെ അപ്പോഴത്തെ പെരുമാറ്റം പോലെ ഇരിക്കും. അപ്പോഴേ ഓൾ ദ ബെസ്റ്റ്. അല്ല സാർ, ഞാൻ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം ശരിയാണെങ്കിൽ ഇവിടെ നിന്ന് വിഗ്രഹം എടുക്കാൻ ശ്രമിക്കേണ്ടത് മെയിനോന്റെ ആൾക്കാരായിരിക്കണം. അങ്ങനെ മെയിനോന്റെ ആൾക്കാർ വിഗ്രഹം എടുക്കാൻ വന്നാ അവരെ പൃഥ്വി എന്തിനാ എതിർക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. ഇനി നമ്മളറിയാത്ത ആരെങ്കിലും ഈ വിഗ്രഹത്തിന് പിന്നാലെ ഉണ്ടോ? അങ്ങനെ വരുമോ? ഇനി അങ്ങനെ വന്നാ അവർക്ക് മെയിനോന്റെ കഥകൾ അറിയില്ലായിരിക്കും. അവർ ഈ വിഗ്രഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ ആര് വരാനാ? അറിയില്ല. നമ്മളത് കണ്ടുപിടിച്ചേ പറ്റൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാ,
നമ്മൾ അറിയാത്ത എന്തോ കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. ഉം. അതായത് ഈ വീട്ടിൽ തന്നെയുള്ള വേറൊരാള്, അതായത് പൃഥ്വി അല്ലാത്ത മറ്റാരോ ഒരാള് ചരടുകൾ വലിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ വിഗ്രഹം വച്ചിരിക്കുന്നത് സേഫ് അല്ലല്ലോ. അല്ല, എത്രയും പെട്ടെന്ന് അത് ഇവിടുന്ന് മാറ്റണം. അല്ലെങ്കിൽ ആ വിഗ്രഹം എന്നേക്കുമായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഉം. അഷിമോള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്തെ ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരു ദേവി വിഗ്രഹം വന്നു ചേർന്നത് നല്ല ലക്ഷണമാണ്. പക്ഷെ സഹദേവൻ പറഞ്ഞ കഥ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്കും അതത്ര വിശ്വാസമായിട്ടില്ല. ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് വിഗ്രഹം കൊടുത്തിട്ട് പോയി എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാമേ? ആ, അത് ശരി തന്നെ ദേവാ. പക്ഷേ എന്തായാലും കിട്ടിയത് ഒരു ഈശ്വര വിഗ്രഹമല്ലേ? അതിനപ്പുറം വലിയൊരു ദൈവാനുഗ്രഹം വേറെ എന്താ ഉള്ളത്? അല്ലെങ്കിലും അഷി ഭാഗ്യമുള്ള കുട്ടിയാ. ആ, ഓ, ഇപ്പോഴെങ്കിലും ദേവട്ടത് സമ്മതിച്ചല്ലോ, ഭാഗ്യം. അതെന്താ ഞാൻ എപ്പോഴാ മറിച്ച് പറഞ്ഞിട്ടുള്ളത്? അല്ല, നിങ്ങൾ രണ്ടുപേരുടെയും കണ്ണില് ഭാഗ്യവും ഈശ്വര അനുഗ്രഹമൊക്കെ ഉള്ളത് ദുർഗയ്ക്ക് മാത്രമാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എന്റെ മക്കള് തമ്മിൽ ഞാൻ ഒരു രീതിയിലും വേർതിരിവ് കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയില്ല. വേർതിരിവ് കാണിക്കുന്നതും മാറ്റി നിർത്തുന്നതും നീയും വസുമതിയാ. ദുർഗയെ മാറ്റി നിർത്തിയെങ്കിലേ നന്നായി പോയി. ഇനിയും ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും. അതിന് അമ്മ ഇനി എത്ര പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓ, ഇപ്പൊ തന്നെ ഇതുപോലൊരു മഹാഭാഗ്യം ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്നത് അഷിമോളുടെ ഭാഗ്യം കൊണ്ട് മാത്രമാ. ആ, അങ്ങനെങ്കിൽ അങ്ങനെ. എന്തായാലും സംഭവിച്ചതെല്ലാം നല്ല കാര്യങ്ങളാ. അതെ. ഒരു തരത്തിൽ പറഞ്ഞാ ദുർഗമോൾ അവിടെ ഉള്ളത് നന്നായി. ഉം. ദേവിയുടെ പൂജാവിധികളെല്ലാം ദുർഗമോൾക്ക് നന്നായിട്ട് അറിയാം. ഓ, എന്താ ഇതുവരെ ദുർഗയെ പൊക്കി പറയാത്തതെന്ന് ഞാൻ ഓർത്തിരിക്കുവായിരുന്നു. ഒരാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അറിയാന്ന് പറയുന്നത് പൊക്കി പറയുന്നതാണോ? അതെ, ദുർഗയ്ക്ക് സാധാരണക്കാർക്ക് അറിയാത്ത പലതും അറിയാം. അതൊക്കെ അവളുടെ കയ്യിൽ തന്നെ ഇരുന്നാ മതി. നീ എന്തിനാ ഗിരിജ ദുർഗയെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദുർഗയ്ക്ക് പൂജാവിധികൾ അറിയാമെന്ന് നിനക്ക് അറിയാവുന്നല്ലേ? അറിയാവേ. പിന്നെ ആ വീട്ടിൽ വിഗ്രഹം വെച്ച് ദുർഗ പൂജ നടത്തേണ്ട കാര്യമൊന്നുമില്ല. വിഗ്രഹം ഉടനെ തന്നെ അവിടെ നിന്ന് മാറ്റുന്നാ പറഞ്ഞത്. അല്ലാതെ പൂജ ചെയ്തോണ്ടിരിക്കാൻ അത് ക്ഷേത്രമൊന്നും അല്ലല്ലോ, ഒരു സാധാരണ വീടല്ലേ. ഓ, കല്യാണം കഴിച്ച് ഭർത്താവിനെയും കൊണ്ട് സ്വന്തമായി ഒരു വീടെടുത്ത് താമസിക്കാനോ കുടുംബം നടത്താനോ അറിയാത്തവളാ പൂജ ചെയ്യാൻ പോകുന്നത്. തുടങ്ങി അവളുടെ കുശുമ്പ് വർത്താനം. അതെ, തുടങ്ങി. കൊച്ചുമോളെ ഓർത്ത് അഭിമാനിക്കുന്ന അമ്മ അവളെ വിളിച്ചൊന്ന് ഉപദേശിക്കും. അന്യന്റെ ചെലവിൽ അധിക നാൾ ഭക്ഷണം കഴിച്ചാൽ ദഹനക്കേട് വരുമെന്ന് അമ്മ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു ദുർഗ നാശം.